ഹായ് ഫ്രണ്ട്സ്, ജേണി വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് ചോറൊക്കെ വെച്ച് ഇത്തിരി സാമ്പാർ ഇന്നലത്തെ ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. കാരണം രാവിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, അപ്പോൾ സാമ്പാർ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ അതേ ചായ വെച്ച് ഉണ്ണിക്കുള്ള സപ്ലിക്ക് അവൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ചായ കൊണ്ടു കൊടുത്തു. പിന്നെ സാമ്പാർ ഇന്നലത്തെ ഞാനും കഴിക്കില്ല, പക്ഷേ ചപ്പാത്തി എടുക്കാമെന്ന് വെച്ചിട്ട് ചപ്പാത്തിക്ക് മാവൊക്കെ പൊടിയൊക്കെ എടുത്ത് ഉപ്പിട്ട് അത് കുഴയ്ക്കാനായിട്ട് എടുത്ത് അത് കുഴച്ചങ്ങോട്ട് വെച്ചു കേട്ടോ. കുഴച്ച് മാറ്റി വെച്ചു. എന്നാലും ഇത്തിരി പദം ഒരു സോഫ്റ്റായിട്ട് വരണമെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരിക്കണം. പിന്നെ മുതിരയാണ് വെച്ചത് കേട്ടോ. ആ മുതിര കുക്കറിലിട്ടുണ്ടായിരുന്നു. കുക്കറിലിട്ടത് വേവിച്ച് വെച്ചു. അതിന് ശേഷം അത് കാച്ചാനായിട്ട് വെച്ചു. വെന്ത് കഴിഞ്ഞപ്പോൾ അത് കാച്ചാനായിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചോറ് കുക്കർ വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. വിസിലൊക്കെ തുറന്ന് ഞാൻ ഒന്നുകൂടി കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ട് ഞാൻ തിളപ്പിക്കാൻ വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സാമ്പാർ ചൂടാക്കി വെച്ചത് കഴിഞ്ഞു. ചായ കഴിഞ്ഞു, കുടിച്ച് കഴിഞ്ഞു. പിന്നെ കുടിക്കാനുള്ള വെള്ളം അത് പിന്നെ ഉണ്ടായിരുന്നു, ഇന്നലത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വെക്കാൻ നിന്നില്ല. പതിമുഖം ഇട്ടിട്ടുണ്ട് കേട്ടോ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക. പിന്നെ ഇത് ചപ്പാത്തി മാവ്, പിന്നെ പ്രസ് ഉണ്ട് നമുക്കപ്പോൾ പിന്നെ വലിയ പണിയില്ല. ആകെ 4 ചപ്പാത്തിനെ ആകെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാനത് പ്രസ്സിൽ വെച്ച് അമർത്തി കൊടുക്കും. മുന്നിൽ വന്നിട്ടത് ചൂടാക്കി തരും. അങ്ങനെ അപ്പോൾ പിന്നെ 3 ആൾക്കുള്ള ചോറും കറിയും വെള്ളമൊക്കെ ആക്കി വെച്ചു. ഞാനും അവരൊപ്പം തന്നെ ചോറാക്കും. അവർക്ക് ആക്കണോട് കൂടിയിട്ട് ഞാൻ എനിക്കുള്ള ചോറും കറിയൊക്കെ ആക്കി വയ്ക്കും, വെള്ളമൊക്കെ ആക്കി വയ്ക്കും. വെള്ളം ചിലപ്പോൾ ഉണ്ണിയൊക്കെ ആക്കി വയ്ക്കുക. അപ്പോൾ ഉണ്ണിക്ക് വേണ്ടി അവൾ വെക്കും. തത്ത പിന്നെ വെള്ളമൊന്നും കൊണ്ടുപോയില്ല, ചോറും കറിയും മാത്രമേ കൊണ്ടുപോകുള്ളൂ. അതങ്ങനെ ആക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊക്കെ പോയി വന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ ദിവസമായി മീൻ മേടിച്ചു. അപ്പോൾ ഇതിൽ മീൻ മേടിക്കാമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്കാരി ചേട്ടൻ വന്നപ്പോൾ ചൂരക്കണ്ണിയില്ലേ അതാണ് വാങ്ങിച്ചേട്ടാ. അപ്പോൾ ഒരു മറ്റേ എന്താ പറയുക മഞ്ഞക്കോര എന്ന് പറയില്ലേ, അത് ഒരെണ്ണം. തത്തയ്ക്ക് സംശയം ഇതെന്ത് മീനാണെന്ന്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതൊരെണ്ണം അവൾക്ക് വറുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞക്കോര ഒരെണ്ണം അത് ഇട്ടു വന്നു. അപ്പോൾ ഞാൻ വറുക്കാനുള്ളതും ഒരു പ്ലേറ്റിലിട്ട് വെച്ചു. കറി വയ്ക്കാനുള്ളത് ചീഞ്ചട്ടിയല്ല മൺചട്ടിയിലിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടു. അപ്പോൾ അതോടുകൂടിയിട്ട് തന്നെ ഞാൻ വറുക്കാനുള്ളതിലേക്കും അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഇടില്ല, അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കറി രണ്ടിലേക്കും കൂടി വേഗം ഇടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനി പാത്രം അടച്ച് ആദ്യം തുറക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ അതങ്ങനെ ഇടും. അപ്പോൾ രണ്ടും കൂടി കൈയോടെ കൂട്ടി വയ്ക്കും. പിന്നെ വറുക്കാൾ നമ്മളവിടെ കൂട്ടി കുറച്ച് നേരം വെക്കുമല്ലോ. കൂട്ടാനൊക്കെ അയച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളത് വറുക്കാനുള്ളത് നോക്കുള്ളൂ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക് ഇട്ട് പിന്നെ കുടംപുളിയാണ് ഇട്ട് കേട്ടോ. മാങ്ങയുടെ ഇന്നിപ്പോൾ സീസൺ അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ ഇരുമ്പുളിക്ക് ഇടുള്ളൂ. അപ്പോൾ അത് ഞാൻ കുടംപുളി ഇട്ടു, 2 കുടംപുളി ഇട്ടു. നാളികേരപ്പാലിലാണ് കേട്ടോ ഞാൻ വയ്ക്കുക. വറ്റിച്ച് വയ്ക്കാൻ സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ല. പിന്നെ പിള്ളേർക്ക് ഇഷ്ടമാവുക എന്താണെന്നൊന്നും അറിയില്ല. ഇതുവരെ ഞാൻ വെച്ച് നോക്കിയിട്ടുമില്ല. ടേസ്റ്റാന്ന് തോന്നുന്നുണ്ട്. കാരണം ഓരോരുത്തരൊക്കെ വെക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഇതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു ചേച്ചി ഒരു ദിവസം വെച്ച് കൊണ്ടുവന്നിട്ട് ഈ മീനല്ല വേറൊരു തരം മീൻ വെച്ച് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചൊക്കെ അറിഞ്ഞു എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഒരു ദിവസം ഞാൻ അങ്ങനെ വെച്ച് നോക്കണം. ഇതിപ്പോൾ നമ്മൾ സാധാരണ നോർമൽ വെക്കണ പോലെ ഒക്കെ ഇട്ട് മുളക് പൊടിയും ഇതൊക്കെ ഇട്ട് നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ച് കുടപ്പിലേക്ക് ഇട്ട് തിളപ്പിച്ച് നല്ലോണം തിളപ്പിച്ച് ഉള്ളി കാച്ചില്ലേ ആ ഒരു തന്നെ കേട്ടോ. വേണ്ട അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി മയക്കി അങ്ങനെ വെച്ചു. അപ്പോഴേക്കും തത്ത നാളികേരം ചെരുകി അത് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, മിക്സിയിലിട്ട് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാം കൂട്ടി വെച്ചതിന് ശേഷം അപ്പോൾ ആ നാളികേരം അതിലേക്ക് ഒഴിച്ച്, നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ച്, നാളികേരം പിഴിഞ്ഞ് പാലൊഴിച്ചു അങ്ങനെ വെച്ചു. സത്യം പറഞ്ഞാൽ കുറേ നാളായി. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീൻ മേടിക്കാറുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് അങ്ങനെ താല്പര്യമില്ല, മീൻ വല്ലപ്പോഴൊക്കെ മേടിക്കണുള്ളൂ. അപ്പോൾ പിന്നെ അവർ പറയുക മീൻ കഴിക്കാൻ തോന്നുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് ഞാനങ്ങനെ വാങ്ങിച്ചു വന്ന് മാത്രം കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞ് വെച്ച് കറിയൊക്കെ തിളപ്പിക്കാൻ വെച്ചു, വേവിക്കാൻ വെച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോയി വേവിക്കാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ പോയി മേല് കഴുകാനൊക്കെ പോയതെന്ന് വെച്ചാൽ വന്നിട്ട് മേല് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മീൻ നന്നാക്കി കഴിഞ്ഞാൽ മണമെടുക്കില്ലെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മേല് കഴുകാനൊക്കെ പോയിട്ടാണ്. അപ്പോൾ കൂട്ടാൻ ഇങ്ങനെ ആക്കി വെറുതെ ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് എല്ലാവിടെയും ഇതൊക്കെ ആക്കി വെച്ചു. ഒന്ന് ഇളക്കി തിരുമ്പി കൂട്ടി ഗ്യാസ് കത്തിച്ചു കേട്ടോ. കത്തിച്ച് അങ്ങനെ തിളപ്പിക്കാൻ വെച്ചു. തത്തിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരണേ. അവൾക്ക് നേരം കിട്ടാറില്ല. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് വീഡിയോ എടുത്താടി ഞാൻ മീൻ കറി വെക്കുന്നത് ഇടട്ടേന്ന് പറഞ്ഞപ്പോൾ അവൾ എന്താ പറയുക, അവൾ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു. അങ്ങനെ നാളികേരപ്പാലാണ് കേട്ടോ സ്റ്റൗമ്മ പോയി കിടക്കണേ. പിഴിഞ്ഞ് വെച്ചപ്പോൾ ലേശം സ്റ്റൗമ്മ പോയതാണ്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളത് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ മീനൊക്കെ തിളച്ചു കുറതായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത്
മഞ്ഞപ്പൊടി കൂടിയോ എന്ന് തോന്നുന്നു. മഞ്ഞപ്പൊടി ഇപ്പോൾ എന്താണോ അപ്പോൾ കൂടുന്നുണ്ട്. ഇന്നലെ ഉപ്പുമാവ് ഉണ്ടാക്കി അതിൽ മഞ്ഞപ്പൊടി കൂടി. അപ്പോൾ അതേ മീൻ കൂട്ടാനൊക്കെ തിളച്ചു, അതാക്കി ഇറക്കി വെച്ചു. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ നേരത്തെ ഊറ്റുള്ളൂ, ചൂട്ടോട് ഉണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പക്ഷേ മട്ടരി ഇങ്ങനെ കേടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കഴുകി വെള്ളത്തിലിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ അത് ചൂടാക്കല്ലേ വേണ്ടു. അപ്പോൾ കൂട്ടാൻ കാച്ചാനായിട്ട് ഉള്ളി അരിഞ്ഞ് അതിൽ വേപ്പിൻ്റെ ഇലയിട്ട് ഇങ്ങനെ മൂപ്പിക്കാൻ വെക്കുക കേട്ടോ. മൂപ്പിക്കാൻ വെച്ചു. മൂപ്പിക്കാം. അപ്പോൾ അങ്ങനെ മൂപ്പിക്കാനൊക്കെ വെച്ച് എന്താ പറയുക, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് മീൻ വറുത്തെടുക്കണമെങ്കിൽ. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞിട്ട് മൂത്തൊരു ഇതായി കഴിയുമ്പോൾ നമ്മൾ ഗ്യാസ് നിർത്തും. ഗ്യാസ് നിർത്തി കഴിഞ്ഞിട്ട് ഒരു ലേശം മുളക് പൊടി, അത് നമുക്ക് എരിവ് കൂടാനൊന്നല്ല കേട്ടോ, നമ്മളത് ഇടണമെന്ന് വെച്ചാൽ കൂട്ടാൻ്റെ ഭംഗി വരാൻ വേണ്ടിയിട്ട്. മറ്റേത് ഉള്ളി മാത്രമായിട്ട് കിടക്കും ഒഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഉള്ളി മൂത്ത് ഗ്യാസ് നിർത്തിയതിന് ശേഷം അര സ്പൂണോ സ്പൂണോ മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി അതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭംഗി വരും. അതെൻ്റെ അമ്മ പറഞ്ഞതാണ്, എനിക്കറിയണ്ടായിരുന്നില്ല മുന്നൊന്നും. അമ്മ പറഞ്ഞ് അങ്ങനെ ചെടി, അപ്പോൾ അതിൻ്റെ ഭംഗി വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ലേശം അത് ഗ്യാസ് നിർത്തിയതിന് ശേഷം വേണം, കാരണം അതിന് മുന്നായ ഉള്ളി കരിയും മുളക് കരിയും ഒക്കെ കരിയും. അങ്ങനെ ഉള്ളി മൂത്തതിന് ശേഷം മുളക് ഇടാൻ പാടില്ലേ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അത് മീൻ കൂട്ടാൻ കുടംപുളിയൊക്കെ ഇട്ട് വെച്ചാൽ ചൂരക്കണ്ണി കൂട്ടാൻ റെഡി. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് കൂട്ടിയ കാരണമൊന്നും അറിയില്ല, അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായി. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. വറുത്തതും മീൻ കൊണ്ടുവന്ന ചേട്ടൻ തത്തയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷെ ഉണ്ണിയാണ് കഴിച്ചത്, അതിന് ഭയങ്കര ഇഷ്ടമാണ് ആ മീൻ. അപ്പോൾ അത് ഇനി അധികം ഉണ്ടായിരുന്നില്ല, ഞാനത് വാങ്ങിക്കുള്ളായിരുന്നു. അങ്ങനെ മീൻ കൂട്ടാൻ കാച്ചി മീൻ വറുക്കാൻ വെച്ചു. മീൻ ഓയിലാണ് കേട്ടോ മീൻ വറുക്കുക. കൂട്ടാൻ കാച്ചിയത് ഞാൻ വെളിച്ചെണ്ണയല്ല കാച്ചുക, പക്ഷേ മീൻ വറുക്കണത് ഓയിലില്ല. അത് മുന്നോട്ട് അങ്ങനെ മീൻ ഓയിലിൽ ഇനി വറുക്കാറ്. നമുക്കങ്ങനെ കുഴപ്പമില്ല. കാച്ചുമ്പോൾ ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല ആർക്കും, പക്ഷേ വറുക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ മീൻ വറുക്കാൻ വെച്ചു. 5-8 മീനുള്ളൂ, 50 രൂപയ്ക്ക് വാങ്ങിച്ചോ, കുറച്ച് മീനെ വാങ്ങിച്ചുള്ളൂ. കാരണം കുറേ വാങ്ങിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസമൊക്കെ കൂട്ടേണ്ടി വരും. അപ്പോൾ പിള്ളേർക്കും എനിക്കെല്ലാം മടുക്കും. ഇതാകുമ്പോൾ മടുക്കില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം കൂട്ടി, നാളെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോയില്ല. പക്ഷേ നാളെ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് എനിക്ക് ജോലിക്ക് കയറുന്നുണ്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ. പിന്നെ വൈകുന്നേരം പിള്ളേരും ഞാനും കഴിക്കുക. ചിലപ്പോൾ മറ്റന്നാളേക്ക് ഉച്ചയ്ക്ക് ഉണ്ടാവും. കാലത്തൊന്നും ആരും എടുക്കില്ല, മറ്റന്നാൾ ഉച്ച വരെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ മീൻ വെച്ചു, വറുക്കാനുള്ള മീനൊക്കെ വറുത്തു. അത് എന്നിട്ട് ചെറിയൊരു ഉടച്ചൽ പോലെ ഉണ്ടായിരുന്നു മീൻ, കാരണം എന്താണെന്നറിയില്ല, അത് കാരണം തോന്നുന്നു ഇങ്ങനെ മിളക് കൂട്ടി വെച്ചപ്പോഴേ മാംസമൊക്കെ ഒന്ന് വേർപെട്ട് പോയി. അങ്ങനെ മറിച്ചൊക്കെ ഇട്ടിട്ട് മീൻ മറിച്ചിട്ട് പിന്നെ ഞാൻ തീ കുറച്ചവിടെ ഇടും. മീൻ മറിച്ചിട്ട് ഞാൻ പിന്നെ തീ കുറച്ചവിടെ ഇടും. അപ്പോൾ നല്ലോണം മൊരിയാനായിട്ട്, അവർക്ക് മൊരിയണം നല്ലോണം, അല്ലെങ്കിൽ ഉള്ളു വെന്തിട്ടില്ല എന്ന് പറയും. ഞാൻ നല്ലോണം മുരിച്ചൊക്കെ എടുക്കും. അങ്ങനെ മീനൊക്കെ വറുത്ത് അത് മൊരിയിച്ചെടുത്ത് അവിടെ അങ്ങനെ മൂടി വെച്ചു. അത് കഴിഞ്ഞ് ചോറ് ചൂടാക്കാനുള്ള കാര്യങ്ങൾ, ചോറ് ചൂടാക്കി അത് കഴിക്കണം. ചൂട് വേണം ഇവിടെ, നിർബന്ധമാണ്. അപ്പോൾ മീൻ വറുത്തോട് കൂടിയിട്ട് പിന്നെ അപ്പുറത്തെ ഗ്യാസിന്മേൽ ചോറ് ചൂടാക്കാനായിട്ട് വെച്ചു കേട്ടോ. ചോറ് ചൂടാക്കി അത് കഴിഞ്ഞ് ചോറ് ചൂടാക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ പോയിരുന്നു, പിള്ളേരുടെ അടുത്ത് പോയിരുന്നു. അവർ സ്കൂളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാതിരിക്കുകയായിരുന്നു. ഉണ്ണിക്ക് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ എന്തൊക്കെയോ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കെല്ലാത്തിനും നാണം കൂടുതലുള്ള ആളാണ്. പക്ഷേ ടീച്ചർ നിർബന്ധിച്ചപ്പോൾ ലീഡറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചോറായി, ചോറല്ല മീൻ വറുത്തത് റെഡിയായി. അപ്പം പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ നോക്കി, ചോറും മീൻ കറിയും മീൻ വറുത്തതും കൂട്ടി ഞങ്ങൾ ഊണ് കഴിച്ചു കേട്ടോ.